സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ. കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് വെങ്ങാനെല്ലൂർ BSNL ഓഫീസിന് സമീപമുള്ള KTC റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായിട്ട് 5 വർഷം. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്ത് നിന്ന് എൻ്റെ വാർത്തയിലൂടെ മനു സെൻറ്ററില തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന BSNL ഓഫീസിൻ്റെ പുറകിലുള്ള ഹാപ്പി വില്ലയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ പുറകുവശത്തായി ഏകദേശം 50-ൽ പരം വീടുകളുണ്ട്. ഈ 50-ൽ പരം വീടുകളിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റോഡ് കഴിഞ്ഞ 9-10 മാസങ്ങൾക്ക് മുമ്പായി ജലനിധി എന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് സൈഡ് കാന കയറി, നമ്മുടെ JCB കൊണ്ട് സൈഡ് കാന കയറിയിട്ട് അതിൻ്റെ പ്രവർത്തനവുമായി കുറേ കാലം അങ്ങനെ കടന്നു. പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ടാർ ചെയ്തുകയും ഈ വഴിക്കുള്ള ഈ റോഡ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റോഡ് ഇന്നേ ദിവസം വരെ ടാറിങ് ചെയ്തിട്ടില്ല. ഇന്നേ ദിവസം വരെ ഈ റോഡ് ടാർ ചെയ്തിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികളടുത്ത് പല കുറി ഇതാവശ്യപ്പെട്ടിട്ടും ഇതിനൊരു നിസ്സംഗത മനോഭാവമാണ് പുലർത്തുന്നത്. നിലവിൽ അറിയാം, ഈ വഴി നമുക്ക് സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, വയസ്സായ ആളുകൾ യാത്ര ചെയ്യുന്നതാണ്. മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ, 2 വീലറുകൾ, നമ്മുടെ വീട്ടിലെ അമ്മ പെങ്ങന്മാരൊക്കെ 2 വീലർ യാത്ര ചെയ്യുന്നതാണ്. ഈ വഴി ഇത്രയും മോശമായിട്ട്, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും, പകൽ പോലും നമുക്ക് യാത്ര ചെയ്യാൻ വളരെ മോശമായിട്ട് രീതിയിലുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് കിടക്കുന്നത്. ഈ വില്ലയിലേക്ക് പോകുന്ന റോഡിന് തുടക്കത്തിലുള്ള BSNL ഓഫീസിന് സൈഡിലൂടെ വരുന്ന KTC റോഡ് എന്ന് പറയുന്ന ഈ റോഡിൻ്റെ ആ വഴി മുമ്പ് ജലനിധിക്ക് വേണ്ടിയിട്ട് ചാല് കയറിയുണ്ടായിരുന്നു. ഈ ചാല് കയറിയ ഭാഗം മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ജലനിധി കോൺട്രാക്ട് ചെയ്ത ആൾക്കാർ ടാറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നും ഈ റോഡ് അവഗണിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ അധികാരികളുടെ അടുത്ത് പല കുറി പറഞ്ഞിട്ടും ഒരു നിസ്സംഗത മനോഭാവമാണ് പുലർത്തുന്നത്. ഇവിടെയുള്ള കുറച്ച് വീട്ടുകാർ അവരിൽ നിന്നും കുറച്ച് കാശെടുത്തിട്ട് ഈ റോഡ് കുറച്ച് കോറി വേസ്റ്റും കുറച്ച് കല്ലുകളിട്ട് ഇതാക്കി. പക്ഷേ ഈ അടുത്ത് നമ്മുടെ തുടർച്ചയായിട്ട് ഒരാഴ്ച പെയ്ത മഴയിൽ ആ റോഡ് വീണ്ടും തകരുകയും ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും അവരിൽ നിന്നും തന്നെ കാശ് പിരിച്ചെടുത്തിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യത്തിയുണ്ട്. ഞാനിവിടെ ഒരു 5 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഇതുവരത്തേക്കുള്ള യാതൊരു ബെനിഫിറ്റും ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. കാരണം വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല, അത്രയും ദുർഘടമായിട്ട് കിടക്കുകയാണ്. 5 വർഷമായിട്ട് ഇത് തന്നെ സ്ഥിതി. ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഇപ്പോഴും പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിനിപ്പോൾ അടുത്ത 2026 അതിൻ്റെ റോഡ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് പഞ്ചായത്തിന്. അപ്പോൾ ഇത്രയും വർഷമായി, പിന്നെ 2 വർഷം കൂടെ കഴിയണ്ടേ 2026 എന്ന് പറയുമ്പോൾ. അപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഏകദേശം കഴിഞ്ഞ ഡിസംബർ മാസത്തിന് മുന്നോടിയായി ഈ റോഡ് ഈ അവസ്ഥകളിലാണ്. അതിനുശേഷം നമ്മുടെ നാട്ടിലൊരു തിരഞ്ഞെടുപ്പ് വന്നു. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഈ വഴി വന്ന് ഓരോ വീട്ടുകാരത്തും വോട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായി അവർക്ക് അറിയുള്ളതാണ്. അറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് അറിഞ്ഞില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഒരു നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെല്ലാവരും വന്നതാണ്, ഈ റോഡിൻ്റെ അവസ്ഥയും കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യാനായിട്ടോ ഒരാളും മെനക്കെട്ടില്ല. ലാസ്റ്റ് ഇവിടെ താമസിക്കുന്ന കുറച്ച് ഇവിടുത്തെ ആൾക്കാരനെ മുൻകൈ എടുത്തിട്ട് റോഡ് പണിയേണ്ട അവസ്ഥ വരിക പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്? ഇത് നമ്മുടെ കയ്യിലെ കാശുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇവിടെ പണി നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റോഡും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, വഴിവിളക്ക്, അതുപോലെ തന്നെ കുടിക്കാനുള്ള ജലം, ഇതൊക്കെയാണ് പ്രഥമ പരിഗണനയായിട്ട് ഭരണാധികാരികൾ ആദ്യമേ തന്നെ കാണേണ്ടത്. റൈറ്റ് വിഷൻ എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി മനു സെൻറ്ററില.